കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തോടെ LDF നിയമസഭയിലേക്ക് തുടർച്ചയായി 2 വിജയങ്ങൾ നേടിയ മുകേഷ് ലോക്സഭയിലൂടെ ഹാട്രിക് അടിക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. അതേസമയം വൈകി വന്ന BJP സ്ഥാനാർത്ഥി വോട്ട് ഷെയർ കൂട്ടാൻ മത്സരിച്ചു. കിഴക്കലിന്റെയും കാലം കഴിയുന്നു. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഫലമറിയും. എന്തായാലും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് ഒരു നെഞ്ചിടിപ്പുണ്ട്. താമസിയാതെ അതിന്റെ ഫലം അറിയാനാകും. 3 സ്ഥാനാർത്ഥികളും ശുഭപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന വ്യാജ പ്രചരണത്തിൽ കേരളത്തിലെ വോട്ടർമാർ UDF സ്ഥാനാർത്ഥികൾക്ക് കണ്ണുംപൂട്ടി ചെയ്ത വോട്ടിൽ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ ആ കുത്തൊഴുക്കിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. എന്നാൽ 2024 ഏപ്രിൽ 26 നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 68.15% വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത്. 7% പോളിംഗ് കുറഞ്ഞത് UDF ക്യാമ്പിൽ ആശങ്ക പരത്തിയിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് നിയമനം പരാതി പ്രളയമായതോടെ കോൺഗ്രസിന്റെ പ്രവർത്തനവും താഴെത്തട്ടിൽ താറുമാറായി. ഇക്കുറി പോളിംഗിൽ കുറഞ്ഞ വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളാണെന്നും ഇരു മുന്നണികളിലും തർക്കമില്ല. നിലവിലെ സിറ്റിംഗ് MLA M മുകേഷിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയത് UDF ക്യാമ്പിൽ സൃഷ്ടിച്ച ആശങ്കയും ഒപ്പം പ്രേമചന്ദ്രന്റെ മോദി പ്രേമവും ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ സൃഷ്ടിച്ച സംശയവും തീർക്കാൻ UDFന് പൂർണ്ണമായും കഴിഞ്ഞതുമില്ല. മാത്രമല്ല, മുകേഷ് എന്ന കലാകാരനെ എവിടെയും വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ടി വരാത്തത് ഇടതുമുന്നണി പ്രവർത്തകർക്ക് പ്രചരണം ജനകീയമാക്കാനും സഹായിച്ചു. പ്രേമചന്ദ്രൻ വ്യക്തിഹത്യയും പിണറായി വിരോധവും പ്രചരിപ്പിച്ചപ്പോൾ ചിരിക്കുന്ന മുഖവുമായി നന്മയുടെ സന്ദേശം പകർന്ന് സ്നേഹത്തോടെ മുകേഷ് പ്രചരണത്തിൽ കാണിച്ച പക്വത അടയാളപ്പെടുത്തുന്നതായിരുന്നു. പോൾ ചെയ്ത 4,79,906 സ്ത്രീ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷത്തിനും മുകേഷ് പ്രിയപ്പെട്ടവൻ. മുകേഷ് 3ാം അംഗത്തിലും ഹാട്രിക് നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. അതേസമയം ഭൂരിപക്ഷം കുറയുമെങ്കിലും ജയിക്കുമെന്നാണ് UDF അവകാശവാദം. വൈകിയാണെങ്കിലും BJP സമുദായ കാർഡിൽ കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചെങ്കിലും തമ്മിലടിയിലും കലഹത്തിലും അവർ ഒന്നാമതെത്തി. അപ്പോഴും തങ്ങൾ 1.5 ലക്ഷം വോട്ട് നേടുമെന്ന് BJP വിശ്വസിക്കുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മുന്നണികളുടെയും മനസ്സിലൊരു കടലിരമ്പമുണ്ട്. അവർ പ്രതീക്ഷിച്ച വോട്ടുകൾ അവരുടെ പെട്ടിയിൽ വീണോ എന്നുള്ളതാണ് അവരുടെ ആശങ്കയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ. എന്തായാലും ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പെട്ടി പൊട്ടിക്കുമ്പോൾ എല്ലാം വ്യക്തമാണ്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.